അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് യാത്ര തുടങ്ങുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. ബംഗളൂരുവിൽ പുലർച്ചെ 2 മണിക്ക് ആരംഭിക്കുന്ന പൂവിപണിയാണ് KR മാർക്കറ്റ്. ചില പ്രേക്ഷകർക്കെങ്കിലും KR മാർക്കറ്റിനെ കുറിച്ച് അറിവുണ്ടായിരിക്കും. അതിരാവിലെയുള്ള അവിടുത്തെ കാഴ്ചകൾ അത് കണ്ടറിയേണ്ടത് തന്നെയാണ്. പ്രസിദ്ധമായ KR മാർക്കറ്റിലെ കാഴ്ചകളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ യാത്ര. ആദ്യം അത് കാണാം. അപ്പം പുലർച്ചെ 5 മണിയാണ് സമയം. ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരു നഗരത്തിലാണ്. ഇന്നൊരു ചെറിയ യാത്രയാണ് നമ്മൾ പോകുന്നത്. ഈ ഓട്ടോറിക്ഷയിലാണ് നമ്മുടെ യാത്ര. എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചാൽ കുറച്ച് പൂ വാങ്ങുകയാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ പൂ വാങ്ങുന്ന സ്ഥലത്തെ രാവിലത്തെ ചില കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൂ മാർക്കറ്റായിട്ടുള്ള ബംഗളൂരുവിലെ KR മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമയം രാവിലെ 6 മണിയാണ്. ഇവിടെ ഈ സമയത്ത് പോലും നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണ്. അതാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയും. നമുക്കിവിടെ കുറേ നമുക്ക് അറിയാതെ ഫ്ലവേഴ്സും കൂടി കിട്ടും. അതിൻ്റെ പേര് പോലും അറിയില്ല നമുക്ക്. അങ്ങനത്തെ ഫ്ലവേഴ്സ് കിട്ടും. പ്ലസ് ഡാം ചീപ്പിൽ കിട്ടും. ഇവിടെ വന്നാൽ ഇത്രയും നേരത്തെ രാവിലെ ഇവിടെ വന്നാൽ മാർക്കറ്റിൻ്റെ ഒരു 20% പ്രൈസിൽ കിട്ടും. ഇവിടെ 80% ഡിസ്കൗണ്ടിൽ. പ്ലസ് നല്ല ഫ്ലവേഴ്സ് കിട്ടും. ഫ്രഷ് ആയിട്ട് നമ്മളൊരു 3 ദിവസം വീട്ടിൽ വെച്ച് ഉപയോഗിക്കണ മാതിരി ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് ബെസ്റ്റ്. പ്ലസ് ഒരു എക്സ്പീരിയൻസാണ് ഇങ്ങനെ കുറേ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ. രാവിലെ ഒരു 3-4 മണി തൊട്ട് തന്നെ ആൾക്കാരുണ്ടാവും. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്റർ ദൂരത്തു നിന്ന് ഇവിടെ വന്നിരിക്കുക വാങ്ങിച്ചുകൊണ്ട് പോകാൻ വീട്ടിലെ ഫംഗ്ഷന്. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ എനിക്ക് 5,000 രൂപ ആവുന്ന സ്ഥലത്ത് വീട്ടിൻ്റെ അടുത്ത് വാങ്ങിച്ചാൽ ഒരു 30,000 രൂപ ആവും. അതായത് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പുലർച്ചെ 2 മണിക്ക് ഈ മാർക്കറ്റിലെ പൂവിപണി ആരംഭിക്കും. അത് പിന്നീട് രാവിലെ 9 മണി വരെ നീണ്ടു നിൽക്കും. 7 മണിക്കൂറും ഈ പൂവിപണി സജീവമായിരിക്കും. അതിരാവിലെ തന്നെ ഈ പൂ വാങ്ങുന്നതിന് വേണ്ടി നിരവധി പേരാണ്, 100 കണക്കിന് പേരാണ് ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ಬೆಳಿಗ್ಗೆ 7:30 ಶುರು ಮಾಡ್ತೀವಿ. ಇಲ್ಲಿ 7:30 8 ಗಂಟೆ ತನಕ ವ್ಯಾಪಾರ ಮಾಡ್ತೀವಿ ಸರ್. ಮತ್ತು ಮನೆಗೆ ಹೋಗ್ತೀವಿ, ಹೂವು ಹಾಕೊಂಡು ಹೋಗ್ತೀವಿ, ಹೊಳ್ದಿ ಮತ್ತೆ ಬೆಳಿಗ್ಗೆ 2 ಗಂಟೆಗೆ ಬರ್ತೀವಿ. 7:30 ಸ್ಟಾರ್ಟ್ ಮಾಡ್ತೀವಿ ಸರ್. കർണാടകയ്ക്ക് പുറമെ തമിഴ്നാട്, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളിൽ കർഷകർ കൃഷി ചെയ്യുന്ന പൂക്കൾ ഈ KR മാർക്കറ്റിൽ എത്തുന്നുണ്ട്. KR മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നഗരത്തിലെ ഏറ്റവും നടുക്ക് സ്ഥാനത്ത് വരുന്ന ഒരു ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൂക്കച്ചവടം രാവിലെ പുലർച്ചെ 2 മണിക്ക് തന്നെ തുടങ്ങും, ആക്റ്റീവ് ആവും.
അതായത് ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് ബാംഗ്ലൂരിന് അടുത്തുള്ള ചിക്ബലാപൂർ, കോലാർ അങ്ങനത്തെ ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ അവർ പൂവുകൾ കൊടുന്ന് അവർ കോർത്ത് മാലയാക്കിയിട്ടും അല്ലാണ്ടും വിൽക്കുന്ന ഒരു മെയിൻ സെൻ്ററാണ്. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന പൂക്കൾ കിട്ടുന്ന സ്ഥലമാണ്. ഇതിൽ നമുക്ക് പൂജയ്ക്കുള്ള പൂക്കളുണ്ട്, അതേപോലെ തന്നെ ഈ സ്റ്റേജ് ഡെക്കറേഷനും കല്യാണങ്ങൾക്കും വീടലങ്കാരത്തിന് വേണ്ട എക്സോട്ടിക് ഫ്ലവേഴ്സ് അങ്ങനത്തെ എല്ലാ കച്ചവടം നടക്കുന്ന മെയിൻ സെൻ്ററാണ്. രാവിലെ 2 മണിക്ക് തുടങ്ങിയാൽ ഇവിടുത്തെ കോർപ്പറേഷൻ അനുസരിച്ച് രാവിലെ 7:30-ക്ക് 8 മണിക്ക് ഇടയ്ക്ക് ഇത് മൊത്തം ഒഴിഞ്ഞു കൊടുക്കണം. ഇവർക്ക് ആർക്കും കടകളില്ല, എല്ലാം റോട്ടിൽ ഇരുന്നിട്ടാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. മഴയായാലും വെയിലായാലും ഇവിടെ മൊത്തം അഴുക്കാണ്. അതിൻ്റെ ഉള്ളിൽ അവർ കച്ചവടം ചെയ്ത് അവർ ജീവിതം പുലർത്തുന്നു. എന്തായാലും നമ്മളും ഒരു കെട്ട് പൂ വാങ്ങിച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും KR മാർക്കറ്റ് കളറാണ്. ബംഗളൂരുവിൽ വരുന്നവർ ഒരു തവണയെങ്കിലും ഈ മാർക്കറ്റിലെത്തി ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ കണ്ടു പോകണമെന്നാണ് പറയാനുള്ളത്. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഇനി നമ്മൾ പോകുന്നത് രാജ്യതലസ്ഥാനത്തേക്കാണ്. അത്യുഷ്ണത്തിനിടെ ഡൽഹിയിൽ കടുത്ത ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജനം. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന ജനത്തെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഓടിവരുന്ന വെള്ള ടാങ്കറിന് പിന്നാലെ അലമുറയിട്ടോടുന്ന ജനക്കൂട്ടം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഡൽഹിയിലെ സഞ്ജയ് കോളനിയിലും സമാനമായ കാഴ്ചയാണ് കാണാൻ കഴിയുക. ഡൽഹി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. സഞ്ജയ് കോളനിയിൽ നിന്നും നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചുട്ടുപൊള്ളുന്ന ഉഷ്ണതരംഗത്തിനിടയിൽ കിട്ടാക്കനിയാണ് ശുദ്ധജലം. നേരിയൊരു ചൂടുള്ളപ്പോൾ തന്നെ വെള്ളമില്ലെങ്കിൽ നാമെല്ലാം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അങ്ങനെ വർഷങ്ങളായി പ്രതിസന്ധി നേരിടുന്ന ഒരു കൂട്ടരുണ്ട് ഡൽഹിയിൽ. അവിടേക്കാണ് യാത്ര. വെള്ളവുമായി വരുന്ന ടാങ്കറിന്റെ മുകളിലേക്ക് ആളുകൾ ഓടിക്കയറുന്ന സാഹസികമായ ദൃശ്യം നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിവേകാനന്ദ കോളനിയിൽ വെച്ച് കണ്ടിരുന്നു. അത് ഡൽഹിയിലെ ഒരു കോളനിയിലെ മാത്രം അവസ്ഥയല്ല. ഡൽഹിയിൽ നിരവധി കോളനികളിൽ മണിക്കൂറുകളോളം കാത്തുനിന്നാൽ മാത്രമാണ് ഒരു കന്നാസിൽ വെള്ളം ലഭിക്കാറുള്ളൂ. जो फाइट करेगा उनको मिलेगा, जो नहीं करेगा उनको नहीं मिलेगा. हर आदमी पानी के लिए ये बहुत ज़्यादा परेशान है. കോളനിയിലെ മുഴുവൻ പേർക്കും വെള്ളം ലഭിച്ചില്ല വലിയ പരാതിയാണ് കോളനിക്കാർ ഉന്നയിച്ചത്. നമുക്കൊന്ന് പരിശോധിച്ച് വരാം. അങ്ങനെ നമ്മൾ സഞ്ജയ് കോളനിക്കകത്താണുള്ളത്. സാധാരണക്കാരുടെ ജീവിതം കാണണമെങ്കിൽ ഇത്തരം കോളനിക്കകത്ത് ചെന്നാൽ മാത്രമേ അവരുടെ ദുരിതപൂർണമായ ജീവിതം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ടാങ്കറിൽ നിന്നും മതിയായ വെള്ളം ലഭിക്കാത്തവർ പിന്നീട് ആശ്രയിക്കുന്നത് ഈ പൊതു ശൗചാലയത്തെയാണ്. കുടിവെള്ളം ഏതാണ്ട് 4 കന്നാസുകൾ മാത്രമേ അവർക്ക് വീടുകളിലേക്ക് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം പിന്നീട് മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഈ പൊതു ശൗചാലയത്തെ വെള്ളമാണ് അവർ ഒരു ദിവസം മുഴുവൻ ആശ്രയിക്കുന്നത്. അങ്ങനെ ദുരിതപൂർണമായ ജീവിതത്തിലൂടെയാണ് സഞ്ജയ് കോളനി അടക്കമുള്ള മറ്റ് പല കോളനികളിലും ആളുകൾ കഴിഞ്ഞു പോകുന്നത്.
हगना भी जाना है, खाना भी जाना है, सोना भी जाना है। फिर ये जो ना तुम्हारा धू तो हमारी कोई बात पहुंचा देगा? हमें तो केजरीवाल चाहिए भैया। पानी, ये संजय कैंप में पानी का कोई किल्लत नहीं है, सिर्फ यहाँ की जनता को पानी इस्तेमाल करने का तरीका नहीं है। 2-3 गैलन होता है पानी, आधे घंटे में मिलता है। मैं बोल रहे हैं रुको 2 मिनट के लिए रुको, हम कितने देर रुकेंगे? पानी 2 घंटे 3 घंटे बाद मिलता है हमें पानी। सबसे ज़्यादा तो इधर पानी की समस्या चल रही है। केजरीवाल जब आए थे उन्होंने कहा था कि 10 साल हो गए उनकी सरकार बने हुए, सब पानी की प्रॉब्लम और बिजली की प्रॉब्लम, अभी तक कोई भी, इनके 5 साल हो गए हैं MLA को आए हो, अभी तक इन्होंने कोई सॉल्व नहीं किया पानी का इधर। അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ അധികൃതർ കണ്ണടക്കുമ്പോൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത്. സഞ്ജയ് കോളനിയിൽ നിന്ന് ജിജീന്ദ്രനോടൊപ്പം നിതിൻ അംബുജൻ, 24. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര ഒരു ശ്മശാനത്തിലേക്കാണ്. ശ്മശാനം എന്ന് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ശ്മശാനത്തെ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഹരിതാപമാക്കിയ ഒരു സംഘത്തെക്കുറിച്ചാണ്, അതിനെ ഒരു ചെറുവനമാക്കി മാറ്റിയ സുഹൃത്തുക്കളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവരെ കാണാനാണ് ആ യാത്ര. പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛയുമില്ലാതെയാണ് കഴിഞ്ഞ 15 വർഷമായി യുവാക്കൾ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. രാജീവ്, ശ്യാമേ, നമുക്കേ ഒന്ന് ശ്മശാനം വരെ പോകണം. ആ, നമ്മുടെ ബോബേട്ടനും ടീമും കൂടി ഇവിടുത്തെ ശ്മശാനത്തിൽ ഒരു ചെറിയ വനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയേക്കാം. ഓക്കെ. അതിലല്ല, നമ്മൾ ബൈക്കിലല്ലേ പോകുന്നത്. മാട്ടുമന്തയിലെ 6 സുഹൃത്തുക്കൾ ചേർന്നാണ് ശ്മശാനത്തെ ചെറുവനമാക്കി മാറ്റിയത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു ആശയത്തിന് പിന്നിലെന്ന് പറയാൻ അവരെല്ലാവരും നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം, അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. കണ്ടാലൊരു കാടാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു ശ്മശാനമാണ്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതു ശ്മശാനമാണ്. ഈ ശ്മശാനത്തെ ഇങ്ങനെ ഒരു വനമാക്കി മാറ്റിയത്, ഒരു ചെറു വനമാക്കി മാറ്റിയത് മാട്ടുമന്തയിൽ തന്നെയുള്ള 6 സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്, നമുക്കവരെ പരിചയപ്പെടാം. അവർ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ നല്ല കാര്യം, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഈ പ്രദേശം ശരിക്കും ഒരു വനഭൂമിയായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. എന്നാൽ 15 വർഷങ്ങൾക്ക് മുൻപ് ഈ യുവാക്കളുടെ കൂട്ടായ്മ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല. തികച്ചും തരിശായി കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. നമുക്ക് ആദ്യം അന്നത്തെ ചിത്രങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ശ്മശാനത്തിൽ ചെറുവനമൊരുക്കിയ ആ കൂട്ടുകാരുടെ അരികിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിന് പുറകിലെന്ന്. ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങളെടുത്തത് എപ്പോഴായിരുന്നു, ഏത് സാഹചര്യത്തിലായിരുന്നു? 15 വർഷം മുമ്പാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ശ്മശാനം എന്നത് കാട് പിടിച്ചു കിടക്കുന്നൊരു ഇടമായിരുന്നു അന്നത്തെ ശ്മശാനം. ഈ ശ്മശാനത്തിലുള്ള കാട് മുഴുവൻ വിറകിന് വേണ്ടി വെട്ടി വെളുപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ചേരി നിവാസികൾക്ക് വേണ്ടിയുള്ള ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി ഈ ശ്മശാനം തിരഞ്ഞെടുത്തിരുന്നു. അത്തരം ഘട്ടത്തിലാണ് ഈ ശ്മശാനം അത്തരത്തിൽ കയ്യേറ്റം മൂലം അന്യാധീനപ്പെട്ടു പോകാതിരിക്കണം, അതുപോലെ ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി ഈ പച്ചപ്പ് അല്ലെങ്കിൽ ഈ സ്ഥലം, ടൗണിനകത്തുള്ള ഈ സ്ഥലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഇത്തരത്തിൽ വനങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇത് പാലക്കാട് നഗരത്തിനകത്തെ ഒരു ഹരിതാപമായ ഒരു ഹരിത കുടയായി നിലനിർത്തണമെന്നൊരാശയം വരുന്നത്.
ഇത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് കരിമ്പനകളും ആൽമരങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അന്ന് കാലങ്ങളിൽ ഞങ്ങളിവിടെ കളിച്ചു വളരുകയും അതിനനുസരിച്ച് ഇവിടെ ഊഞ്ഞാല് പോലെ തൂങ്ങിയാടുകയും വള്ളികളിലൂടെ ഇതാവുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന അതേപോലെ തിരിച്ച് അതുപോലുള്ള ഒരു ശ്മശാനമാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. കരിമ്പനകൾ ഞങ്ങൾ മാക്സിമം ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പ്, ഉങ്ങ്, അതുപോലെ നമ്മൾ നെല്ലി, മാവ്, കുറേ അതിലും കൂടുതൽ വേപ്പ്, പിന്നെ ഉങ്ങാണ് കൂടുതൽ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. വേപ്പും ഉങ്ങാണ് കൂടുതലായിട്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൽമരങ്ങളും ഇപ്പോൾ നമ്മൾ വെച്ച ഒരു ആൽമരം 10-20 ആൽമരോളം വന്നിട്ടുണ്ട്. ഇതെന്താണ് അറിയുക, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കാട്ടുതീ പോലുള്ള സംഭവങ്ങൾ വന്ന് കത്തി നശിച്ചാണ്. പരിസ്ഥിതി ദിനത്തിന് ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ സാധാരണ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഉപയോഗിക്കാത്ത തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ആ തൈകളെല്ലാം കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ മാസം ലാസ്റ്റോടു കൂടിയാണ് ഞങ്ങൾ സാധാരണ ചെടികൾ വെച്ച് പിടിപ്പിക്കാറുള്ളത്. കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെ ശ്മശാനത്തിലെത്തിയാണ് അവർ ഈ ശ്മശാനത്തെ ഒരു വനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു നേട്ടവും വ്യക്തിപരമായ ഒരു നേട്ടവും ഇല്ലാത്തൊരു കാര്യമാണ്. എന്നിരിക്കെ പോലും ഈ നാടിൻ്റെ നന്മയെ കരുതിയാണ് യുവാക്കൾ ഈ നല്ല ദൗത്യവുമായി ഇറങ്ങുന്നത്. ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 പേരിട്ട് വരും. ഉള്ളപ്പോൾ ആരാണ് വെച്ചാൽ ഗ്യാപ്പുള്ള സമയത്ത് വന്നിട്ട് കുറച്ച് ചെടികൾ വെക്കാറുണ്ട്. പിന്നെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കുറച്ച് ഞായറാഴ്ച ശനിയാഴ്ച സമയങ്ങളിൽ ആളുണ്ടാകുമ്പോൾ അപ്പോൾ കൂടി ഗ്യാങ്ങോട് കൂടി വന്ന് കുറച്ച് ചെടികൾ അങ്ങനെ കുറച്ച് വെക്കാം. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ ചിലരൊക്കെ ശ്രമിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞത് ആളുകളെ? അത് ഈ പരിസരത്തുള്ളതിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് മാക്സിമം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെട്ടാൻ പാടില്ല, ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾക്കും കൂടി ഉപകാരമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് അതിനുശേഷം കയറാറില്ല. ശ്മശാനം എന്നത് ആശങ്കയോടുകൂടി മാത്രം കാണേണ്ടുന്ന ഒരു സ്ഥലമല്ലെന്ന് കാണിച്ചു തന്നവരാണ് ഈ സുഹൃത്തുക്കൾ. എന്തായാലും ശ്മശാനത്തെ ചെറുവനമാക്കി മാറ്റാനുള്ള ഇവരുടെ ദൗത്യം ഇനിയും തുടരാനാണ് ഈ സുഹൃത്തുക്കളുടെ തീരുമാനം. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്. ഈ റിപ്പോർട്ടോടുകൂടി, ഈ കാഴ്ചകളോടുകൂടി ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ പൂർത്തിയാവുകയാണ്.